സമരത്തെ നേരിടുമ്പോൾ പെയ്ത മഴയിൽ നിന്ന് രക്ഷ നേടാൻ പോലീസുകാരനെ കൊണ്ട് കുട പിടിപ്പിച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മെറിൻ ജോസഫ് IPSനെ മൂന്നാറിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവ്. നിവിൻ പോളിക്കൊപ്പം യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിലിട്ടതിന്റെ പേരിൽ മെറിൻ ജോസഫിനെ കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം മെറിനൊപ്പം കുടച്ചൂടി നിന്ന തിരുവനന്തപുരം DCPക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിവാദങ്ങളിൽ കുടുങ്ങിയ ACP മെറിൻ ജോസഫ് IPSന് വീണ്ടും സ്ഥാനചലനം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനിടയിൽ പോലീസുകാരനെ കൊണ്ട് കുടപിടിപ്പിച്ചതിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമായാണ് സ്ഥാനചലനം. തിരുവനന്തപുരം ACP സ്ഥാനത്ത് നിന്നും മൂന്നാറിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മുമ്പ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ നിവിൻ പോളിയുമായി ചേർന്ന് ഫോട്ടോയെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വിവാദമായതിനെ തുടർന്ന് മെറിൻ ജോസഫിനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ശാസിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സമരരംഗത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി പരിശീലനം നേടാനായി മെറിൻ ജോസഫിനെ തിരുവനന്തപുരത്ത് താൽക്കാലികമായി നിയമിച്ചത്. കുടപിടിപ്പിച്ച ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് മെറിൻ ജോസഫിനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാൻ ഉത്തരവ് നൽകിയത്. സേനയിൽ ഓർഡർലി സമ്പ്രദായം അവസാനിപ്പിക്കാൻ DGP സെൻകുമാർ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് മെറിൻ ജോസഫിന്റെ കുടപിടിക്കൽ വിവാദം ചൂടുപിടിച്ചതും തുടർന്ന് സ്ഥാനചലനമുണ്ടായതും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് പിന്നിൽ BJP ആണെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. 60 പേരുടെ ജീവനെടുത്ത മുസാഫർ കലാപത്തിന് പിന്നിലും BJPയുടെ കരങ്ങൾ. സമാജ്വാദി പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങളും കലാപം പടരാൻ കാരണമായതായി ജസ്റ്റിസ് വിഷ്ണു സഹായി കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് രാജ്യത്തെ മധുരക്കനിയെന്നറിയപ്പെടുന്ന കരിമ്പ് കർഷകരുടെ നാടായ മുസാഫറിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. 50,000-ഓളം പേർക്ക് സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഈ കലാപത്തിനു പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമം നടത്തുകയായിരുന്ന BJPക്കും സമാജ്വാദിക്കും കൈയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ കലാപം അന്വേഷിക്കാനായി നിയോഗിച്ച അലഹബാദ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഭരണ നേതൃത്വം കൈയാളുന്ന സമാജ്വാദി പാർട്ടി നേതാക്കളുടെ നിലപാടുകൾ സംശയാസ്പദമായിരുന്നു. പ്രദേശത്ത് നിലയുറപ്പിച്ച BJP സമാജ്വാദി പാർട്ടി നേതാക്കൾ കലാപം മാളിക്കത്തിക്കാൻ ശ്രമം നടത്തിയെന്നും സഹായ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക്കിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 6 അധ്യായങ്ങളിലായി 775 പേജ് വരുന്ന റിപ്പോർട്ടിൽ 337 ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം കലാപം നടന്നതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇത് സ്ഥിരീകരിക്കുന്നത്. മുസാഫറിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നുള്ള ധനസഹായത്തോടെ CPIM വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ട്രക്ചറിൽ നിന്ന് വീണ് രോഗി മരിച്ചു. വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലാണ് സംഭവം. പൊയ്കയിൽ നിസാമിന്റെ ഭാര്യ സജീലയാണ് മരിച്ചത്. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, എപ്പോഴാണ് സംഭവം? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആശുപത്രിയിൽ സംഘർഷാവസ്ഥയാണോ? ജോർജറ്റ്, വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ സ്ട്രക്ചറിൽ നിന്നാണ് വീണാണ് രോഗി മരിച്ചത്. പൊയ്കയിൽ നിസാമിന്റെ ഭാര്യ 38 വയസ്സുള്ള സജീനയാണ് മരിച്ചത്. മുറിവിൽ മരുന്ന് വെക്കുന്നതിനായിട്ടാണ് സജീന ആശുപത്രിയിൽ എത്തിയത്. BP കൂടിയതിനെ തുടർന്ന് സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുകയായിരുന്നു സജീനയെ. സ്ട്രക്ചറിൽ നിന്ന് താഴേക്ക് മറിഞ്ഞ് തല തറയിലിടിച്ചാണ് മറിഞ്ഞു വീണതിനെ തുടർന്നാണ് മരണം എന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സംഭവത്തെ തുടർന്ന് സജീനയുടെ ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ആശുപത്രി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങൽ DYSP പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഉപരോധം നടക്കുന്നത്. കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് ഉപരോധക്കാരുടെ ആവശ്യം. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഘർഷം നേരത്തെ കൂട്ടമായി നിന്നവർ ഇപ്പോൾ ആശുപത്രിയുടെ ഗേറ്റ് ഉപരോധിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജീവൻ, സ്ട്രക്ചറിൽ നിന്ന് രോഗി താഴെ വീണതിന് ശേഷം ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള സൗകര്യം ആശുപത്രിയിൽ ഇല്ലായിരുന്നോ? അതോ അധികൃതരുടെ അലംഭാവമാണോ, ആശുപത്രി അധികൃതരുടെ അലംഭാവമാണോ മരണത്തിലേക്ക് നയിച്ചത്? ജോർജറ്റ്, തറയിലേക്ക് ഇടിച്ചു വീണ ഉടൻ തന്നെ അവിടെ പ്രത്യേകിച്ച് സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുന്ന രോഗിയെ അവിടെ കിടത്തിയതിനു ശേഷം ഇതിൽ അറ്റൻഡ് ചെയ്യേണ്ട ബന്ധപ്പെട്ട ആളുകൾ ആരും ഈ സ്ട്രക്ചറിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. തറയിൽ തലയിടിച്ച് വീണ് കിടക്കുന്ന സമയത്ത് ബന്ധുക്കളും മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇവരെ കണ്ട ഉടൻ തന്നെ ഇവർക്ക് ശുശ്രൂഷ നൽകാൻ ശ്രമിച്ചു എങ്കിൽ പോലും അവിടെ
അതിനു മുമ്പ് മരണം സംഭവിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കൾ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണോ? ആശുപത്രി അധികൃതരുടെ വിശദീകരണങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായോ? ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ സ്ഥലത്ത് കനത്ത സംഘർഷാവസ്ഥ ഉള്ളതിനാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുകയാണ്. അവർ സമരക്കാരുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും കുറ്റക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് നാട്ടുകാരും ഒപ്പം ബന്ധുക്കളും മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അവർ അതിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ജോർജ്, സ്ട്രക്ചറിൽ നിന്ന് വീണ് രോഗി മരിച്ചു. വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലാണ് സംഭവം. പൊയ്യയിൽ നിസാമിന്റെ ഭാര്യ സജ്ജിലയാണ് മരിച്ചത്. വാർത്തയുടെ വിവരങ്ങളാണ് ജീവൻകുമാർ നൽകിയത്. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി CN ബാലകൃഷ്ണൻ. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, രജിസ്ട്രാർ എന്നിവരെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഫെഡിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടത്. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും രജിസ്ട്രാർക്കുമാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്തെ മുഴുവൻ ഇടപാടുകളിലും അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അതിൽ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ നടപടി എടുക്കണം എന്നുള്ള നിലയ്ക്കാണ് തീരുമാനം. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ തൃപ്തികരമല്ല. ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും വകുപ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ വിഷമമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോട്ടറി ഓഫീസിനെതിരെ പരാതിയുമായി എറണാകുളത്ത് നിന്നും വികലാംഗരായ ലോട്ടറി വിൽപ്പനക്കാർ തലസ്ഥാനത്ത്. വികലാംഗരായ ലോട്ടറി വിൽപ്പനക്കാർക്ക് വിൽപ്പനയ്ക്ക് ആവശ്യമായത്ര ലോട്ടറി ടിക്കറ്റുകൾ നൽകുന്നില്ലെന്നാണ് പരാതി. ഇത് എറണാകുളം ഇടപ്പള്ളി സ്വദേശി ഉദയഭാനു. അംഗപരിമിതി ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതിനെ നേരിടാൻ ലോട്ടറി വിൽപ്പന സ്വയം തൊഴിലാക്കി ഇദ്ദേഹം. ആ ഉപജീവന മാർഗത്തിനുമേൽ ആശങ്കയുടെ കരിനിഴൽ വീണപ്പോൾ പരാതിയുമായി തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിലെത്തിയതാണ് ഉദയഭാനു. തങ്ങളെപ്പോലുള്ള അംഗപരിമിതരടക്കമുള്ളവർ നടത്തുന്ന ചെറുകിട ലോട്ടറി ഏജൻസികൾക്ക് വിൽപ്പനയ്ക്കാവശ്യമായത്ര ലോട്ടറി ടിക്കറ്റുകൾ എറണാകുളം ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് നൽകുന്നില്ലെന്നാണ് ഉദയഭാനുവിന്റെ പരാതി. തന്റെ മൊത്തവിൽപ്പനശാലയിലേക്ക് 10,000 ലോട്ടറി ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടാൽ 1000 ടിക്കറ്റുകൾ പോലും നൽകുന്നില്ലെന്ന് ഉദയഭാനു പറയുന്നു. 10,000 ചോദിച്ചാൽ ഞങ്ങൾക്ക് 700 തരുന്നുള്ളൂ. അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇതെങ്ങോട്ടാണ് പോകുന്നത്? അതിനകത്ത് അവരൊക്കെ ഒരു ഗാങ്ങുണ്ട്. ഈ ഗാങ്ങുമായിട്ട് ഒത്തുകളിച്ച് ലോട്ടറി ചാക്ക് കണക്കിന് പോയത് ഞാൻ. ഉദയഭാനുവിനൊപ്പം അംഗപരിമിതരായ മറ്റു ലോട്ടറി വിൽപ്പനക്കാരും തലസ്ഥാനത്തെത്തിയിരുന്നു. തങ്ങൾക്ക് ടിക്കറ്റുകൾ നൽകാത്തപ്പോൾ വൻകിട ഏജൻസികൾക്ക് അവരാവശ്യപ്പെടുന്നത്ര ടിക്കറ്റുകൾ നൽകുന്നതായും അംഗപരിമിതരായ ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. ഇതു സംബന്ധിച്ച് ധനമന്ത്രി KM മാണിക്കും മന്ത്രിമാരായ K ബാബുവിനും VK ഇബ്രാഹിം കുഞ്ഞിനുമാണ് ഇവർ പരാതി നൽകിയത്. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി. ഉറപ്പ് പ്രാവർത്തികമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദയഭാനുവും സംഘവും എറണാകുളത്തേക്ക് മടങ്ങിയത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.